ഇന്നത്തെ ഭഗവത്ഗീതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ നമസ്തേ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാം രാം ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ രാധാ മാധവ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ കുഞ്ച ബിഹാരി
गोपी जन वल्लभ गिरिवरधारी जय गोपी जन वल्लभ गिरिवरधारी यशोदनन्दन ब्रज जन रञ्जन यशोदनन्दन विजनल रञ्जन यमुना तीर वनचारी यमुना तीर वनचारी यमुना तीर वनचारी यमुना तीर वनचारी जय राधा माधव कुंज बिहारी जय राधा माधव कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय प्रभु पदा जय प्रभु पदा जय प्रभु पदा जय प्रभु पदा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा नित्य गौर हरि बोल हरि बोल हरि बोल नित्य गौर हरि बोल ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ഭഗവത്ഗീത പുരുഷോത്തം യോഗ 15ാം ചാപ്റ്ററില് 14ാമത്തെ ശ്ലോകം അഹം വൈശ്വാനരോ ഭൂത്വാ अहं वैश्वानरो भूत्वा अहं वैश्वानरो भूत्वा
प्राणिनां देहमाश्रिताः प्राणिनां देहमाश्रिताः प्राणिनां देहमाश्रिताः प्राणापानसमायुक्तः 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 पचाम्यन्नं चतुर्विधम् पचाम्यन्नं चतुर्विधम् पचाम्यन्नं चतुर्विधम् अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्तः पचाम्यन्नं चतुर्विधम्. Can you repeat here? अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्तः पचाम्यन्नं चतुर्विधम्. 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 अहं वैश्वानरो भूत्वा प्राणिनां देहमाश्रितः प्राणापानसमायुक्तः हरे कृष्ण. अहं ഞാൻ വൈശ്വാനരഃ ജഠരാഗ്നിയായി ഭൂത്വാ ഭവിച്ചിട്ട് പ്രാണിനാം പ്രാണികളുടെ ദേഹം ദേഹത്തെ ആശ്രിതഃ ആശ്രയിച്ച് പ്രാണാപാന സമായുക്തഃ പ്രാണൻ അപാനൻ എന്നിവയോട് ചേർന്ന് ചതുർവിധം ചതുർവിധമായ അന്നം ഭക്ഷണ പദാർത്ഥങ്ങളെ പചാമി ദഹിപ്പിക്കുന്നു. വിവർത്തനം ബൈ നിത്യവേദാന്ത സ്വാമി ശ്രീലഭുവ. സകല ജീവികളിലുള്ള ദഹനാഗ്നിയാണ് ഞാൻ. സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറത്ത് തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും അകത്ത് കൊണ്ടുപോകുന്നതും
അതുപോലെ പുറത്ത് തള്ളുന്നതുമായ ഇൻഹലേഷൻ ആൻഡ് എക്സലേഷൻ, തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. നല്ലൊരു ശ്ലോകമാണ്. നമ്മുടെ ദേഹത്തിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നു, അല്ലെങ്കിൽ ഭഗവാൻ എവിടെയൊക്കെ കുടികൊള്ളുന്നു എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണവും നല്ലൊരു ശ്ലോകവുമാണ് ഇന്നത്തേത്. ഭാവാർത്ഥം: ആയുർവേദ ശാസ്ത്രപ്രകാരം ഭക്ഷിക്കുന്നതെന്തും ദഹിപ്പിച്ചു പോരുന്ന ഒരു അഗ്നി നമ്മുടെ ഉദരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ആ അഗ്നി എരിയുന്നില്ലെങ്കിൽ വിശപ്പുണ്ടായിരിക്കുകയില്ല. ആ അഗ്നി എരിയുമ്പോൾ ദഹനേന്ദ്രിയങ്ങൾ ശരിയായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വിശപ്പുണ്ടാവുകയുള്ളൂ. ഇത് വേണ്ടും വിധം പ്രവർത്തിക്കാതിരുന്നാൽ ചികിത്സ ആവശ്യമാണ്. എന്തായാലും പരമപുരുഷന്റെ പ്രതിനിധിയാണ് ഈ അഗ്നി. പരമപുരുഷൻ അഥവാ ബ്രഹ്മം ഉദരത്തിനുള്ളിൽ അഗ്നിരൂപിയായി എല്ലാത്തരം ഭക്ഷ്യങ്ങളെയും ദഹിപ്പിക്കുന്നു എന്ന് ബൃഹദാരണ്യകോപനിഷത്തും പറയുന്നുണ്ട്. അയം അഗ്നിർ വൈശ്വാനരോ യോയം അന്തപുരുഷോ യേനേദം അന്നം പച്യതേ. ആഹാര വസ്തുക്കളെയെല്ലാം ദഹിപ്പിക്കാൻ ഭഗവാൻ സഹായിക്കണമെന്നിരിക്കെ ഭക്ഷണ പ്രക്രിയയിൽ കൂടെ ജീവാത്മാവിന് സ്വതന്ത്രമില്ല. ദഹനക്രിയയ്ക്ക് ഭഗവത് സഹായമില്ലെങ്കിൽ ഭക്ഷിക്കാനൊക്കില്ല. അതുകൊണ്ട് പരമപുരുഷൻ തന്റെ ഭക്ഷ്യങ്ങളെ സൃഷ്ടിക്കുകയും അവയെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കരുണ കൊണ്ടാണ് നമുക്ക് ജീവിതം ആസ്വാദ്യമാകുന്നതും. ശബ്ദാദിഭ്യോന്ത പ്രതിഷ്ഠാനാച്ച് എന്ന വേദാന്ത സൂത്രം 1-27 സ്ഥിരീകരിക്കുന്നു. ശബ്ദത്തിലും ശരീരാന്തർഭാഗത്തും വായുവിലും ദഹനശക്തി രൂപത്തിൽ ഉദരത്തിലും ഭഗവാൻ വാണരുളുന്നു. ആഹാരദ്രവ്യങ്ങൾ 4 വിധമുണ്ട്. വിഴുങ്ങേണ്ടവ, ചവച്ചിറക്കേണ്ടവ, നക്കി കഴിക്കേണ്ടവ, വലിച്ചൂറ്റി കുടിക്കേണ്ടവ എന്നിങ്ങനെ. ഇവയെല്ലാം ദഹിപ്പിക്കുന്ന ദഹനശക്തിയാണ് ഭഗവാൻ. എത്രയോ നല്ല ശ്ലോകം അല്ലെ. നമുക്ക് എന്തൊക്കെ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ മെഡിക്കൽ സയൻസിൽ പഠിക്കുന്നത്. അവിടെ കുറെ ഗ്യാസ്ട്രിക് ജ്യൂസസ് ഉണ്ട്, പിന്നെ ലിവർ ഫങ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസ് ഉണ്ട്, പിന്നെ പിത്തസഞ്ചി ഉണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് ദഹനക്രിയ നടത്തുന്നതെന്ന് മെഡിക്കൽ സയൻസ് പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഭഗവാൻ പറയുന്നു, ഇത് ദഹിപ്പിക്കാൻ വേണ്ടി ഞാനാണ് അവിടെ ഇരിക്കുന്നത്, ഞാനാണ് അഗ്നിയായിട്ട് അവിടെ ഇരിക്കുന്നത്. നമുക്ക് ബാക്കി ഡിസ്ക്രിപ്ഷനിൽ പോകാം. ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭിത്തം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപമഹ്യം ദദാമി സുഹൃതാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദം സഹഗണ ലളിതാ ശ്രീവിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതി ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? പുരുഷോത്തമ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മരം, അശ്വത്ഥ മരം അല്ലെങ്കിൽ ഒരു ആൽമരം തലക്കീഴായി നിൽക്കുന്നു എന്നാണ് പറയുന്നത്.
അതിന്റെ വേരുകൾ മേൽപോട്ടും മരം കീഴെ നോക്കും. അതായത് നമ്മുടെ ഒരു മെറ്റീരിയൽ ലൈഫിന്റെ അല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡിന്റെ ഒരു മാതൃക ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് ഭഗവാന്റെ അല്ലെങ്കിൽ ഇതിന്റെ സ്പിരിച്വൽ വേൾഡ്, ആത്മീയ ലോകത്തിന്റെ ഒരു റിഫ്ലക്ഷൻ പോലെ നമ്മൾ ഈ കുളങ്ങളിലോ അരുവികളിലോ സൈഡില് നമ്മൾ എങ്ങനെ ഒരു മരം തലക്കീഴായി കാണുന്ന പോലെ ഈ ചാപ്റ്ററും അതുപോലെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലോകം തലകീഴായി നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഇത് ശാശ്വതമല്ല, ഒരു റിഫ്ലക്ഷൻ ആണ്. സ്പിരിച്വൽ വേൾഡിന്റെ ഒരു റിഫ്ലക്ഷൻ. നമ്മൾ ഈ റിഫ്ലക്ഷൻ കണ്ടിട്ടാണ് നമ്മൾ ഈ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. ഏത് സമയത്ത് വേണമെങ്കിലും ഇത് അനിശ്ചിതത്വം അല്ലെങ്കിൽ എന്താ പറയുന്ന ടെമ്പററി വേൾഡ്. ഈ ടെമ്പററി വേൾഡിലാണ് നമ്മൾ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നത് എന്ന് പറയുന്നു. കാരണം ഈ എൻജോയ്മെന്റ് വരുന്നത് എന്താ? നമ്മുടെ ഒരു ബാഹ്യമായ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം, ഈ ആഗ്രഹങ്ങളിലെ കടിഞ്ഞാണിടാണ്ട് നമുക്ക് ഇതിന്ന് ഈ മരത്തെ അല്ലെങ്കിൽ അതിന്റെ ചില്ലകളിൽ നിന്ന് നമുക്ക് മുറിച്ച് മാറാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മള് ഈ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഇനിയും ഓരോരോ ജന്മങ്ങള് പ്രവാദ് പറയുന്നത് വെച്ചാല് നമ്മള് ഒരു ചില്ലയിൽ നിന്നും മറ്റൊരു ചില്ലയിലേക്ക് ചാടി ചാടി കളിക്കുന്നു എന്ന്. നമ്മുടെ ആഗ്രഹങ്ങൾ തീരാത്തതുകൊണ്ട് നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ തീർക്കുവാനായിട്ട് ഇങ്ങനെ ഒരു മരത്തില് ഒരു ചില്ലയിൽ നിന്ന് വേറൊരു ചില്ലയിലേക്ക് ഇങ്ങനെ ചാടി ചാടി കളിക്കുന്നു. ഒരു കുരങ്ങന്റെ ഇതില് ലൈഫ് പോലെ നമ്മള് ഓരോ കമ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ ശിഖരങ്ങളിൽ നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. ഓരോ മരച്ചില്ലിൽ നിന്നും വേറൊരു ചില്ലിലേക്ക്, അതായത് നമ്മൾ ഒരു ലൈഫിൽ നിന്ന് വേറൊരു ലൈഫിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇതിന്റെ യഥാസ്ഥിതി അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഇത് അനുഭവിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇത് എൻജോയ് ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കുന്നത് ഈ ജീവാത്മാവാണ് ഇത് എൻജോയ് ചെയ്യുന്നത്. പക്ഷെ എല്ലാത്തിനും പിന്നിൽ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും പിന്നില് ഭഗവാന്റെ ഒരു കൈകളാണ്. ഭഗവാന്റെ ഒരു അവിടെ നടക്കുന്നത് ആക്ഷൻ. നമ്മളെല്ലാം ഒരു പപ്പറ്റ് പോലെയാണ് ചലിക്കുന്നത്. അതിന്റെ എല്ലാം പിന്നില് ഭഗവാന്റെ എന്താ പ്രവൃത്തിയും അല്ലെങ്കിൽ ഭഗവാന്റെ ഓരോരോ ലീലകളും അതിന്റെ പുറയിലുണ്ട്. അപ്പൊ ഇവിടെ ഞാനൊരു ഇതില് കണ്ടത് എന്താ വെച്ചാല് ഈ ഒരു ഭക്തിമാർഗ സ്വാമി അദ്ദേഹം പറയുന്ന അദ്ദേഹം ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോയപ്പോ ഒരു ലേഡീസ് ഹോസ്റ്റലിന്റെ ആ സൈഡിലെ എവിടെയോ ആണ്, അത് ലേഡീസ് മാത്രം ഇങ്ങനെ താമസിപ്പിക്കുന്ന ഒരു അനാഥാശ്രമം പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി. അപ്പൊ അവര് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ നേരത്തെ അവര് യു ഓൾ ആർ കളിയാക്കി പറയാണ്, യു ഓൾ ആർ മങ്കീസ്. അപ്പൊ മങ്കി അല്ല, ഞങ്ങൾ മോങ് കാണുന്നവർ. അപ്പൊ മങ്കീസ് അല്ലെങ്കിൽ മോങ്കും തമ്മിലുള്ള വ്യത്യാസം ഈ ഇത്രയും ഇതായിട്ട് കിടക്കുന്ന സ്ത്രീകൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ജന്മങ്ങൾക്കോ അറിയില്ല. അപ്പോ മഹാരാജ് പറയുന്നതെന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ ഇതിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ കൃഷ്ണബോധത്തില് ഈ പറഞ്ഞ അവര് ശ്രീല പ്രഭുപാദര് മുമ്പ് ചെയ്ത പോലെ ഹിപ്പികളെ ഹാപ്പിയാക്കിയ പോലെ ഇങ്ങനെ താഴെ ഇടയിൽ കിടക്കുന്ന സ്ത്രീയായോ പുരുഷനായോ അല്ലെങ്കിൽ ഏത് ജീവികളെ ആണെങ്കിലും നമ്മള് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മള് മങ്കീസ് അല്ല, നമ്മള് മോങ്സ് ആണ് അറിയിക്കണം, അവരെ അറിയിച്ചു കൊടുക്കണമെന്ന് പറയും. എന്നാലേ നമുക്ക് ഇതിന്ന് എങ്ങനെ ഇതിന്ന് ഈ ആരാ പറഞ്ഞു കൊടുക്കാനുള്ളത്? നമുക്ക് ഇത്രയും ഒരു എന്താ പറയാ
ഇത്രയും ഡീപ്പ് ഫിലോസഫി നമുക്ക് പ്രൂവാത് നമുക്ക് തന്നിരിക്കുന്ന ഡീപ്പ് ഫിലോസഫി നമ്മളെ ജനങ്ങളിൽ എത്തിക്കണം, അല്ലെങ്കിൽ ജനങ്ങളിൽ അതിനെ പറ്റി ചർച്ച ചെയ്യണം. ഇതെല്ലാം അദ്ദേഹം നന്നായിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇതില് പറയുന്നത് ഇതിനെപ്പറ്റി അറിവില്ലാതെ നമ്മള് ഭഗവാൻ എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷിക്കുന്ന പദാർത്ഥം പോലും ദഹിപ്പിച്ചു പോരുന്ന ജഠരാഗ്നിയായിട്ട് ഭഗവാൻ നമ്മുടെ ഉദരത്തിൽ വസിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ വാണരുന്നു എന്നാണ് പറയുന്നത്. ഇത് അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട് അല്ലെ. നമ്മൾ വിചാരിക്കുന്നത് എല്ലാം ജീവാത്മാവിന്റെ ഒരു ആഗ്രഹവും ജീവാത്മാവും ചെയ്യുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ കഴിക്കുന്നത് ഈ വായിൽ കൊണ്ടുപോകുന്നത് മുതൽ ചൂയിങ്, ഇവിടെ വായിൽ കൊണ്ടുപോകുന്നത് ചൂയിങ്, അവിടുന്ന് 4 വിധത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് ചവച്ചിറക്കേണ്ടവ, പിന്നെ നക്കി കഴിക്കേണ്ടവ, വലിച്ചൂറ്റി കഴിക്കേണ്ടവ. അപ്പൊ നമ്മള് നോക്കുമ്പോ ഇങ്ങനെ വായിൽ കൊണ്ടുപോകുന്നു മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി അവിടെയൊക്കെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല അല്ലെ. ഒക്കെ ഇവിടെ നമ്മുടെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഉണ്ട്, പ്രസാദ് കൃഷ്ണൻ പ്രഭു ഉണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പില് ഞാൻ അധികം ഒന്നും വിസ്തരിക്കുന്നില്ല, വല്ല അബദ്ധവും പറഞ്ഞെങ്കിൽ പിന്നെ പ്രഭു വിചാരിക്കും. ഏതായാലും നമ്മുടെ പെപ്സിൻ അല്ലെങ്കിൽ കൈലിൻ അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള എത്രയോ ഗ്യാസ്ട്രിക് ജ്യൂസസ്, എൻസൈംസ്, ഇതെല്ലാം തന്നെ പോയിട്ട് പിന്നെ വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ കയ്യിലെടുത്താൽ പൊള്ളിപ്പോകുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഈ സംഭവങ്ങൾ വയറ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തി നോക്കിയപ്പോ, അപ്പൊ എങ്ങനെയാണ് ഇത് നമുക്ക് ഉദരത്തില് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു കളിയാണ്. വാഗസ് നെർവ് എന്ന ഒരു നെർവ് ഉണ്ട്. അപ്പൊ ആ ഒരു നെർവ് കാരണം ഇതില് ഇൻഹിബിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെല്ലാം കൂടിയിട്ട് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം ഇത്ര വലിയ ഉണ്ട വിഴുങ്ങിയാലും അതിവിടെ പോയിട്ട് അത് ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്തിട്ട് അതിന്റെ ഫാറ്റ് മാറ്റുന്നു, അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറുന്നു. ഇതെല്ലാം എത്രയോ സിമ്പിൾ ആയിട്ട് ഇത് ഭഗവാൻ അവിടെ ഇരുന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇത് അല്ലെങ്കിൽ നമ്മൾ ഈ ഉണ്ട വിഴുങ്ങിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയൊരു തേങ്ങ പൂള് അല്ലെങ്കിൽ ചക്ക എന്തെങ്കിലും കഴിച്ചെന്ന് വിചാരിച്ചോ, നമ്മൾ ഇത് ദഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ഇത് മാത്രം പോലെ ഔട്ട്പുട്ടും പോകട്ടെ. അപ്പൊ ഇതെല്ലാം ഓരോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഓരോ പാർട്ടിലും അതിൻ്റെതായ കാര്യങ്ങള് കൃത്യമായി നിർവഹിക്കാനായിട്ട് ഈ സ്റ്റൊമക്ക് മുതൽ ജെജുനം, ഡുവോഡിനം, ജെജുനം, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, എല്ലാത്തിനും അതിൻ്റെതായ ഹോർമോൺസും അതിൻ്റെതായ എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവസാനം വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് കളയാൻ വരെ ഈ വായു, ഏതാ വായു അകത്ത് കയറാനും പുറത്ത് തള്ളപ്പെടാനും പ്രയോഗിക്കുന്ന ആ വായു പോലും ഭഗവാന്റെ ഒരു ശക്തിയാണ്. ഈ വായു ഇല്ലാണ്ട് നമുക്ക് ഒന്നും തന്നെ ഓക്സിജനോ കാർബൺ ഡൈ ഓക്സൈഡോ നൈട്രജൻ എന്ത് ആണെങ്കിലും ഗ്യാസ് എന്ന ഒരു സംഭവം അതിന്റെ ഉള്ളിൽ കൂടെ ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും നടക്കുന്നു. ഒരു വലിയൊരു ഫാക്ടറി പോലെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രവർത്തിക്കുന്നു. അത് നമുക്ക് ഉള്ളില് ഒരു ഇതുമില്ലാതെ ഈ പറഞ്ഞ പോലെ HCl പോലെയുള്ള ഗ്യാസ്ട്രിക് ജ്യൂസസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആസിഡ് ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആമാശയ ഭിത്തിക്ക് ഒരു കോട്ടം വരാത്ത വിധത്തിൽ ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്നു. ഇത് ആരും അറിയുന്നില്ല. ഇത് എത്രയൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് ആർക്കും മനസ്സിലാവത്തില്ല.
ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമല്ല, ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഇതിന് വേണ്ടുള്ള ഭക്ഷണ പദാർത്ഥം പോലും ഭഗവാൻ ഉത്പാദിപ്പിക്കുന്നു. ആർക്ക് വേണ്ടി? എല്ലാവർക്കും വേണ്ടി. നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് ഈ ഇവിടത്തെ ഒക്കെ അഗ്രികൾച്ചറും അതും ഇതും ഒക്കെ നോക്കുന്നത് നമ്മളാണെന്ന് വിചാരിക്കും. ഇത് സാക്ഷാൽ ഭഗവാൻ. ഓഫ്കോഴ്സ് നമുക്ക് വീറ്റ് അല്ലെങ്കിൽ അരി മണി അല്ലെങ്കിൽ ഇത് നമുക്ക് അത് വെച്ചിട്ട് നമ്മള് പുട്ടുണ്ടാക്കുന്നു, ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കുന്നു, അതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കാൻ ബാക്കിയല്ല. പക്ഷെ ഈ പരിപ്പ് എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ ഈ ചപ്പാത്തിയുടെ ഗോതമ്പ് എവിടെ നിന്നുണ്ടായി? അല്ലെങ്കിൽ ഈ അരി നമ്മൾ കഴിക്കുന്ന ചോറ് എങ്ങനെ ഉണ്ടായി? ഓരോ ഐറ്റം ഭഗവാൻ നമുക്ക് വേണ്ടിയുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഈ ഭൂമി ലോകത്ത് അല്ലെങ്കിൽ ഈ ഭൂലോകത്ത് എത്രയോ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് പഠിച്ചവർക്ക് അല്ലെങ്കിൽ ഭഗവാനെ കുറിച്ച് ആത്മസാക്ഷാത്കാരം കിട്ടിയ മനുഷ്യർക്ക് മാത്രമേ ഇത് മനസ്സിലാവാൻ പറ്റൂ. കാരണം ഭഗവാൻ 2-3 ശ്ലോകം മുമ്പ് ഭഗവാൻ എന്താ പറയുന്നേ? 10ാമത്തെ ശ്ലോകം എടുത്തോളൂ. ഭഗവാൻ പറയുന്ന എന്താ? ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ചാനം വാ ഗുണാന്വിതം വിമൂഢ നാനു പശ്യന്തി ജ്ഞാന ചക്ഷുഷ. ജീവാത്മാവ് എങ്ങനെ ഈ ശരീരം വിട്ടുപോകുന്നുവെന്നോ ഗുണങ്ങളുടെ ആകർഷണത്തിന് വഴിപെട്ട് ഏതു തരം ശരീരത്തെയാണ് സ്വീകരിച്ച് അനുഭവിക്കുന്നതെന്നോ മൂഢന്മാർക്കറിയാൻ വയ്യ. ജ്ഞാനത്തിന്റെ കണ്ണ് തെളിഞ്ഞവർക്ക് ഇതെല്ലാം പ്രത്യക്ഷമാവുന്നു. അതായത് നമ്മള് എല്ലാവരെയും പറയുന്ന ഒരു വാക്കാണ് മൂഢ, അല്ലെ? ഈ മൂഢന്മാർക്ക് നമ്മളെ ഇതിനെ പറ്റി ഒന്നും മനസ്സിലാവില്ല. അപ്പോ നമ്മള് ഭഗവാനെ അറിയാൻ മനസ്സിലാക്കണം. ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി എന്താന്ന് അറിയാൻ മനസ്സിലാക്കണം. ഇന്റേണൽ പൊട്ടൻസി എന്താന്ന് അറിയാൻ മനസ്സിലാക്കണം. അതല്ലാതെ നമുക്ക് ഭഗവാനെ കുറ്റം പറയാനോ ഭഗവാന് സൃഷ്ടിച്ചതിനെ കുറ്റം പറയാനോ നമുക്ക് അർഹതയില്ല. ഇത്രയും നല്ല ഇത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകം എന്താ പറഞ്ഞ? ആത്മസാക്ഷാത്കാരം ലഭിച്ച എപ്പോഴും യത്നിച്ചു കൊണ്ടേയിരിക്കുന്ന അതീന്ദ്രിയവാദികൾക്ക് ഇതെല്ലാം വ്യക്തമായി കാണാൻ കഴിയും. മനോവികാസം പ്രാപിക്കാത്തവർക്കും വീണ്ടും വീണ്ടും പറയുന്നത്, മനോവികാസം പ്രാപിക്കാത്തവർക്കും ആത്മസാക്ഷാത്കാരം ലഭിക്കാത്തവർക്കും ശ്രമിച്ചാലും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയില്ല. അത് നമ്മൾ അറിയാൻ ശ്രമിക്കുക. ഓരോ കാര്യവും ഭഗവാനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. അതല്ലാണ്ട് വീണ്ടും വീണ്ടും ഭഗവാൻ എടുത്തു പറയുകയാണ്, അല്ലെ? മനോവികാസം പ്രാപിക്കാത്തവര്, ഇതിലും വലിയ ഡെഫിനേഷൻ ഒന്നുമില്ല മനുഷ്യരെ പറ്റി ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നത് വീണ്ടും വീണ്ടും ഇതില് എടുത്തു പറയാണ്. അതും കഴിഞ്ഞിട്ട് ഭഗവാൻ പറയാണ്, പ്രപഞ്ചത്തിലെ അന്ധകാരം അത്രയും നീക്കി അതിനെ ശോഭായമാനമാക്കുന്ന സൂര്യന്റെ തേജസ് എന്നിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, പ്രപഞ്ചത്തിലെ അന്ധകാരം അത്രയും നീക്കി അതിനെ ശോഭായമാനമാക്കുന്ന സൂര്യന്റെ തേജസ് എന്നിൽ നിന്നാണ് വരുന്നത്. ചന്ദ്രന്റെയും അഗ്നിയുടെയും തേജസ്സുകളും എന്നിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ഇതൊന്നും ഇല്ലാണ്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങളോ വേറൊന്നും തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാമോ? സോളാർ എനർജി നമുക്കില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതുപോലെ ചന്ദ്രന്റെ ആ എനർജി ഇല്ലെങ്കിൽ ഈ പച്ചക്കറികൾക്കോ അല്ലെങ്കിൽ ഇത്രയും ഹരിതാപം ഉണ്ട്, അതിനൊക്കെ ഈ പച്ചനിറം കിട്ടാനോ അല്ലെങ്കിൽ അതിന്റെ സ്വാദ് കിട്ടാനോ അതിന് സാധിക്കില്ല. അപ്പോ ഇതെല്ലാം ഭഗവാന്റെ എനർജി. നമ്മള് ഭഗവാനെ പറ്റി കൂടുതൽ ഭഗവാന്റെ 2 കണ്ണുകളായിട്ട് പ്രവർത്തിക്കുകയാണ് സൂര്യനും ചന്ദ്രനും. അപ്പോ അതിന്റെ ആ ഒരു മഹിമ നമ്മള് മനസ്സിലാക്കിയേ പറ്റൂ. അല്ലെങ്കിൽ ഈ
ഭഗവാൻ പറയാ ഇത് എന്റെ ഈ എനർജി നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അതിന്റെ ഇതാണ് മനോവികാസം പ്രാപിക്കാത്തവർ. ഈ ഭഗവാന്റെ ഈ ഓരോ എനർജിയും നമ്മൾ ഓരോ കാര്യം കാണുമ്പോ അതിലൂടെ ഇതില് വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ കവിഹസ്തിനി അത് ചെയ്യുന്ന പറഞ്ഞ പോലെ ഓരോ കാര്യം കാണുമ്പോ ഭഗവാന്റെ ഓർമ്മ വരും. രസോഹമത്തു ഈ വെള്ളത്തിന്റെ ടേസ്റ്റ്, അതുപോലെ ശബ്ദത്തിന്റെ ശക്തി അല്ലെങ്കിൽ ശബ്ദത്തിന്റെ ആ ഇമ്പം ഭഗവാനാണ്. അപ്പൊ ഈ ശബ്ദം തന്നെ നമ്മുടെ ഉള്ളിലും കുറെ ശബ്ദങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഗ്യാസ് അല്ലെങ്കിൽ വായു സഞ്ചാരം, വായു ഇല്ലാതെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പൊ അതിനും കൂടെ ഭഗവാന്റെ ആ ഒരു എന്താ പറയാ, മലയാളത്തിൽ പറയും കയ്യൊപ്പ് എന്ന് പറയും അല്ലെ. അപ്പൊ എല്ലാ സ്ഥലത്തും ഭഗവാന്റെ ആ ഒരു സൃഷ്ടിയുടെ ആ മഹിമയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളത് ഭഗവാൻ എങ്ങനെ ഇത് മെയിൻറ്റെയിനർ എന്നതിന്റെ ഒരു കാര്യമാണ് ഇവിടെയൊക്കെ പറയുന്നത്. ഭഗവാൻ ആസ് എ മെയിൻറ്റെയിനർ, ഭഗവാൻ എന്താണ് ഈ മെയിൻറ്റെയിനർ, ഈ പ്രപഞ്ചം മുഴുവനും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതിനെ പറ്റിയാണ് പറയുന്നത് കൂടുതലും. ഇത് 12, 13, 14, 15 ഈ 4 ശ്ലോകങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മള് ഭഗവാനെ പറ്റി കൂടുതലും മനസ്സിലാക്കാനായിട്ടുള്ള ശ്ലോകങ്ങൾ. ഓരോ ഗ്രഹത്തിലും ഉൾപൂകി അവയെ എന്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു. സോറി, ചെറിയൊരു കോൾഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പൊ ഈ ഓരോ ഗ്രഹങ്ങളിലും ഇത് ശരിക്കും നമ്മള് ഭഗവാൻ എങ്ങനെ ഈ സൗരയൂഥത്തെയോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഈ ഭൂമണ്ഡലത്തെയോ എങ്ങനെ പിടിച്ചു നിർത്തുന്നു. അപ്പൊ ആ ഒരു വല്ലാത്തൊരു ഇത് തന്നെയാണ് ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി എങ്ങനെ പ്രവർത്തിക്കുന്നു. ആ ബ്രഹ്മാണ്ടം മുതൽ എല്ലാം കംപ്ലീറ്റ് ഭഗവാൻ എങ്ങനെ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. ഗർഭോദശായി വിഷ്ണുവായിട്ട് ഓരോ ഭൂഖണ്ഡത്തിലും അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിലും ഭഗവാൻ ചെന്നിറങ്ങി അതിലെ ആ ഗ്രഹങ്ങളെ ഒക്കെ ആ ഒരു എന്താ ശിശുമാരയായിട്ട് നിന്നിട്ട് എല്ലാ ഗ്രഹങ്ങളെയും എല്ലാ നക്ഷത്രങ്ങളെയും ഒരേപോലെ സന്തുലിതാവസ്ഥയിൽ നിർത്തിക്കൊണ്ട് ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവനും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നത് ഭയങ്കര നമ്മള് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതിലും പറഞ്ഞിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സസ്യങ്ങൾക്കും, നമ്മൾ കഴിക്കുന്ന ഓരോ സസ്യങ്ങൾക്കും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഈ രുചി നൽകാനും അതിന്റെ എനർജി നൽകാനും ഭഗവാന്റെ ചന്ദ്രനിൽ കൂടെ ഭഗവാൻ അത് ചെയ്യുന്നു. സോളാർ എനർജി ഇല്ലെങ്കിൽ ഈ ഇതിന് നമുക്ക് അത് ഒരു എന്താ ഫോട്ടോസിന്തസിസ് നടക്കില്ല. ഇതിന്റെ ഇംഗ്ലീഷ് എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല, ഫോട്ടോസിന്തസിസ്. അപ്പൊ അത് നടത്തിയില്ലെങ്കിൽ അതിന് ഈ പച്ച കളർ കിട്ടില്ല, അല്ലെങ്കിൽ പച്ചക്കറി നന്നായിട്ട് വളരില്ല. അപ്പൊ അതിനെല്ലാം നമുക്ക് ആണെങ്കിലും ജീവവായു കിട്ടണമെങ്കിൽ സൂര്യനില്ലെങ്കിൽ നമുക്ക് ഒന്നും കിട്ടില്ല. ജീവവായുവിന്റെ മെയിൻ ഒരു ഇതാണ് സോഴ്സ് ആണ് സൺ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമേന ചതുർവിധം. ഇതാണ് നമ്മള് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഉദരാഗ്നിയില് നമ്മള് ഉദരത്തില് ഇരിക്കുന്ന ഒരു അവതാരത്തെ പറ്റി അല്ലെങ്കിൽ നമ്മള് ഒരു ഇതിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉദരത്തിൽ വസിക്കുന്ന ഒരു കൃഷ്ണനെ പറ്റി നമ്മൾ കഴിഞ്ഞതാ, കുറെയൊക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്ന് ദാമോദരൻ എന്ന് പറയും. ഉദരത്തിലുള്ളതും ഉദരത്തിലത് കൃഷ്ണൻ ഉണ്ടെങ്കിലും ദാമോദരൻ തന്നെയാണ്. അപ്പോ ഉദരത്തിൽ വസിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ദാമം കൊണ്ട് ഉദരത്തെ ബന്ധിക്കുന്നവനും ദാമോദരൻ തന്നെ. അപ്പോ ഇതെല്ലാം നമ്മുടെ ഉള്ളില് നടക്കുന്ന ഒരു
പ്രവർത്തനമാണ്, ഭഗവാന്റെ തന്നെ ലീലകൾ. അപ്പൊ ഭഗവാൻ ഇതില് ഹൃദി അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അവിടെ മാത്രമല്ല ഭഗവാൻ പ്രവർത്തിക്കുന്നത് ആസ് എ ഹോൾ, വായുവിന്റെ രൂപത്തിലും അല്ലെങ്കിൽ ഈ ദഹനക്രിയയുടെ രൂപത്തിലും ഒക്കെ ഭഗവാൻ തന്നെ പ്രവർത്തിക്കുന്നത്. ഇത് ഏതാ ബൃഹദാരണ്യകോപനിഷത്ത്, അതിലും തന്നെ ഇതിൽ മാത്രമല്ല, നമ്മള് ഭഗവത്ഗീതയിലല്ല, ഇതിനെ അടിസ്ഥാനമാക്കി പ്രഭുപാദ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അയം അഗ്നിർ വൈശ്വാനരോ യോയം അന്തപുരുഷോ ഏനേതം അന്നം പച്യതേ. അപ്പൊ എല്ലാ വസ്തുക്കളെയും ദഹിപ്പിക്കാനുള്ള ആ ഒരു ഇത് ഭഗവാൻ തന്നെയാണ് അവിടെ സഹായിക്കുന്നത്. ഇത് മനസ്സിലാക്കാത്ത ആൾക്കാര് ഇത് പറഞ്ഞ പോലെ വിമൂഢ എന്ന് പറയുന്ന പോലെ. പിന്നെ നമ്മള് ദഹനക്രിയക്ക് ഭഗവത് സഹായമില്ലെങ്കിൽ ഭക്ഷിക്കാനൊക്കില്ല, ശരിയല്ലേ? ഇതൊന്നും നമ്മള് എത്ര തവണ നമ്മള് ഡോക്ടേഴ്സിനോട് ഇത് ചെയ്യാറുണ്ട്, കൺസൾട്ട് ചെയ്യാറുണ്ട്. ഇൻഡൈജഷൻ പ്രോബ്ലം മാസത്തിൽ ഒരിക്കലോ അല്ലെ 2 മാസം കൂടുമ്പോഴോ ഒക്കെ നമ്മള് പറയാറുണ്ട് അല്ലെ, ഇൻഡൈജഷൻ. അപ്പോ കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കുക. ഭക്ഷണം ഭഗവാനെ നിവേദിച്ച ശേഷം കഴിക്കുക. പ്രസാദം എന്തൊക്കെ ചെയ്യണമെന്ന് പോലും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പത്രം, പുഷ്പം, ഫലം, തോയം, 4 വിധത്തിലുള്ള പ്രസാദം അവിടെ ഓഫർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും 4 വിധത്തിലുള്ള പ്രസാദമാണ് ഭഗവാൻ പറയുന്നത്. വിഴുങ്ങേണ്ടവ, ചവയ്ക്കേണ്ടവ, നക്കി കഴിക്കേണ്ടവ, വലിച്ചൂറ്റി കഴിക്കേണ്ടവ, 4 വിധത്തിലുള്ള. ചതുർവിധ ഭജന്തേമോ, എല്ലാം ഭഗവാൻ ഈ 4 എന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. 4 വിധത്തിലുള്ള ആൾക്കാര്, ചാതുർവർണ്ണ്യമയാ സൃഷ്ടം, 4 വിധത്തിലുള്ള വർണ്ണാശ്രമങ്ങള്. 5 എടുത്താലും ഉണ്ടാവും കേട്ടോ, പക്ഷെ ഇതില് നമ്മൾ ഓർത്തിരിക്കാനായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 4 വിധത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങള്, പിന്നെ 4 ടൈപ്പ് പ്രസാദം എന്തൊക്കെ നിവേദിക്കാം. പത്രം, പുഷ്പം, ഫലം, തോയം, ഇവിടെയും 4. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, ഇതെല്ലാം ഭഗവാന് ഓഫർ ചെയ്യാൻ പറ്റിയ കാര്യങ്ങള്. ഇതല്ലാണ്ട് ഭഗവാൻ വേറെ ഒന്ന് നമ്മൾ പറയുന്നില്ല. ഏതെങ്കിലും മാംസബുക്കിനെയോ അല്ലെങ്കിൽ മാംസത്തെ ഇതിന്റെ കൂടെ ചവച്ചിറക്കേണ്ട എന്ന് പറയുമ്പോ വേറെ വിധത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അതൊക്കെ ആനിമൽസിന് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് പറഞ്ഞതാണ്. അവരും അതുപോലെയുള്ള ഭക്ഷണപദാർത്ഥങ്ങളായിരിക്കും കഴിക്കുന്നത്. പക്ഷെ നമുക്ക് മനുഷ്യർക്ക് നമ്മള് ഭഗവാൻ പറഞ്ഞ രീതിയിൽ നമ്മള് പാചകം ചെയ്തിട്ട്, നല്ല മനസ്സോടെ പാചകം ചെയ്യുമ്പോൾ പോലും നമ്മൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓഫർ ചെയ്യുക. എന്നിട്ട് ആ പ്രസാദം നമ്മൾ ഭക്ഷിക്കുക. അങ്ങനെ വരുമ്പോ നമുക്ക് ഒരു വിധത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ വേറെ ഒരു ഇതിലും നമുക്ക് അനുഭവം ഉണ്ടാവില്ല. കാരണം ഈ പറഞ്ഞ പോലെ അൺനെസറി ആയിട്ട്, അതുപോലെ ഭക്ഷണ പദാർത്ഥം നമ്മൾ എത്ര നേരം നമ്മൾ വെക്കാൻ പറ്റും. നമ്മളൊരു സാത്വിക, രജോ, തമോ ഗുണത്തിലും ഉള്ള ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമ്മൾ കഴിയുന്നതും സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. രജോ ഗുണത്തിലും നമ്മൾ ചിലതൊക്കെ കഴിക്കാം, പക്ഷേ വാട്ട് യു ഈറ്റ് യു ആർ. അപ്പൊ നമ്മൾ എന്താണ് കഴിക്കുന്നത് അതിന്റെ സ്വഭാവമായിരിക്കും നമ്മൾ പ്രതിഫലിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്നത് സാത്വികമായ ഭക്ഷണമാണ്. പാചകം ചെയ്തിട്ട് ഭക്ഷണം ഭഗവാനെ ഓഫർ ചെയ്തിട്ട്, ഇതില് 3 വിധത്തില് ഇതില് തന്നെ ഭഗവത്ഗീതയില് വരും ചാപ്റ്റേഴ്സില് എങ്ങനത്തെ ഭക്ഷണം ഭഗവാനെ ഓഫർ ചെയ്യാമെന്നും നമ്മൾ ഭക്ഷണങ്ങളിൽ പോലും 3 വിധത്തിലുള്ള ഭക്ഷണം പറയുന്നുണ്ട്. താമസിക ഭക്ഷണം എന്താണ്, കഴിക്കാൻ പാടില്ലാത്തത് എന്താണ്, രാജസികമായ ഭക്ഷണം എന്താണ്, സാത്വികമായ ഭക്ഷണം എന്താണ്, ഈ വരും ചാപ്റ്റേഴ്സിലും ഉണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക.
അപ്പൊ നമ്മളിത് അഹം വൈശ്വാനരോ ഭൂത്വം ഇത് വീണ്ടും വീണ്ടും നമ്മള് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മള് പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ആ ഭഗവാന് നിവേദിക്കുമ്പോ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയാ ക്വാളിറ്റീസ് നമ്മൾ ഒരു സ്റ്റേജ് കൂടെ കുറച്ചുകൂടെ നമ്മൾ ഈ സ്പിരിച്വൽ പാത്തിൽ കുറച്ചുകൂടെ നമുക്ക് ഉയർച്ച നേടാൻ സാധിക്കും. അല്ലാത്തടത്തോളം നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ഗുണങ്ങളെ അനുസരിച്ച് നമ്മള് ഓരോ കാരണം ഈ സത്വഗുണമാണെങ്കിൽ രജോ ഗുണമാണെങ്കിൽ തമോ ഗുണമാണെങ്കിൽ നമ്മൾ 3 ടൈപ്പ് ചെയിൻസ് ആണ്. അപ്പൊ നമ്മള് ഒന്നുകൂടെ ഉയരണമെങ്കിൽ നമ്മള് സാത്വികതയിൽ നിന്ന് കുറച്ചുകൂടെ ശുദ്ധ സത്വത്തിലെത്തി. അപ്പൊ ഈ കാരണം രജോ ഗുണത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ തമോ ഗുണത്തിൽ വെച്ചിട്ടോ നമ്മൾ ഈ ആധ്യാത്മിക പടിയില് നമുക്ക് ചവിട്ടി കയറാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ സാത്വികതയിൽ തന്നെ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ സാത്വികതയിൽ നിന്ന് എങ്ങനെ നമുക്ക് ഒന്നുകൂടെ നമുക്ക് ഈ എന്താ ഭഗവാന്റെ നോളജ് അല്ലെങ്കിൽ ഇതിലൂടെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ പറയുന്നതെന്ന് വെച്ചാല് ഈ ജ്ഞാനം അല്ലെങ്കിൽ ഈ ഭഗവാന്റെ നോളജ് നമുക്ക് മനസ്സിലാക്കാത്തടത്തോളം നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചേ പറ്റൂ. നമ്മൾ ഓരോ തവണയും ഭഗവാനെ പറ്റി നമ്മള് സത്സംഗില് വന്നിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഭഗവത്ഗീതയിൽ മാത്രമല്ല നമ്മൾ ഈ ഏതാ ഈശോപനിഷത്തിലും എല്ലാം ഇത് തന്നെ പറയുന്നത് വാചോ വേഗം മനസ്സോ. അപ്പോ ഇത് നമ്മുടെ സ്റ്റൊമക്കിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഡൈജഷൻ പ്രോപ്പർ ചെയ്യണം എല്ലാത്തിലും ഇപ്പൊ ഇതിലും പറയുന്ന പോലെ ബൃഹദാരണ്യോപനിഷത്ത് മാത്രമല്ല കുറെ ഉപനിഷത്തില് ഇതുപോലെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ വേദവ്യാസം ഇതുപോലെ കുറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ചാൻസ് കിട്ടുന്നത് ഇപ്പോ ശ്രീലപ്രഭാതന്റെ ഈ ബുക്സിൽ നിന്ന് നമുക്ക് ഈ ചാൻസ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു ചാൻസ് ഒരിക്കലും കളയരുത്. നമ്മളെപ്പോഴും ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പോ സൂര്യനെ പറ്റിയോ ചന്ദ്രനെ പറ്റിയോ എല്ലാം നമ്മൾ മനസ്സിലാക്കി ഇതിനെ എങ്ങനെ ഊർജം നൽകി വരുന്നു എന്ന് മനസ്സിലാക്കി പിന്നെ ഇതില് ചതുർവിധ ശ്രീ നമ്മൾ പറഞ്ഞ ഇതില് നമ്മളെ ഗുരുഅഷ്ടകത്തിൽ പോലും പറയുന്നു ചതുർവിധ ശ്രീ ഭഗവത് പ്രസാദ് ഒരു സ്പിരിച്വൽ മാസ്റ്റർ ആണ് നമ്മൾ ഭഗവാന് നിവേദിക്കുന്നത്. നമ്മൾ നിവേദിക്കുമ്പോൾ ഭഗവാനെ നിവേദിക്കുമ്പോൾ നമ്മള് സ്പിരിച്വൽ മാസ്റ്ററിനെ അവിടെ വിളിച്ചു വരുത്തിയിട്ട് വേണം നമ്മൾ ഒരു പ്രസാദം നിവേദിക്കാൻ. അപ്പോ ഇത് ചെയ്യുമ്പോൾ ആ ഒരു പ്രക്രിയയിലൂടെ ഭഗവാൻ അത് ആക്സെപ്റ്റ് ചെയ്യുന്നതും പിന്നെ അതൊരു പ്രസാദമായിട്ട് മാറുന്നതും ഇതില് പറഞ്ഞിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ തന്നെ നമുക്ക് ജ്ഞാനത്തിലേക്കുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താ എല്ലാവർക്കും ഇത് മനസ്സിലാക്കണമെന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ മനോവികാസം ഇല്ലാത്തവരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മളെ പോലെയുള്ള ആൾക്കാരെ എങ്ങനെ അത് മനസ്സിലാക്കാൻ നമ്മള് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ചാൻറ്റിങ് വഴിയോ അല്ലെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോ എന്താ നമ്മള് ഭഗവാൻ തേശാം ഒരു ശ്ലോകമുണ്ട് ദദാമി ബുദ്ധിയോഗം തം. അപ്പൊ ആവശ്യമുള്ള സ്ഥലത്ത് നമ്മള് പ്രവർത്തിക്കാൻ കുറച്ച് ഒരു സ്റ്റെപ്പ് വെച്ചാൽ മതി. നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോ തന്നെ ഭഗവാൻ ഇത് മനസ്സിലാക്കാനുള്ള എത്ര ബുദ്ധി ഇല്ലെങ്കിൽ പോലും ഭഗവാൻ നമുക്ക് ഭഗവാന്റെ ജ്ഞാനത്തെ പറ്റി മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ ബുദ്ധി നൽകുന്നു. ദദാമി ബുദ്ധിയോഗം തം ജ്ഞാനമാ ബുദ്ധിയാസിക്കേ. അല്ലാതെ നമുക്ക് ഫൂളിഷ് ആയിട്ടിരുന്നെങ്കിൽ ഭഗവാനെ പറ്റി ഊഹാപോഹങ്ങൾ പറയാമല്ലാതെ
ഭഗവാനെ പറ്റി നമുക്ക് മനസ്സിലാക്കി സംസാരിക്കാനോ ഒന്നും സാധിക്കില്ല. ഭഗവാനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ നമുക്ക് ബുദ്ധി നൽകണം, അതുപോലെ നമ്മൾ അറിയാനായിട്ട് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കണം. എന്നാൽ 2 സ്റ്റെപ്പ് ഭഗവാൻ നമ്മളോട് സ്നേഹം കാണിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് അറിയാൻ താല്പര്യമില്ലാത്തവരോട് നമുക്കൊന്നും പറയാൻ ഇതാക്കാൻ പറ്റില്ല, നിർബന്ധിക്കാൻ പറ്റില്ല. നമ്മള് ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചുറ്റും പോയാൽ എത്രയോ തവണ ഇപ്പോ നമ്മുടെ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രയോ ആൾക്കാരോട് നമ്മള് ഒന്ന് യാചിക്കുമ്പോഴാണ് ഒരാളെങ്കിലും ഒരു ബുക്ക് വാങ്ങുന്നത്. അത് ഭഗവാനെ പറ്റി അറിയാനുള്ള ഒരു ജിജ്ഞാസ കുറച്ചു പേർക്കേ ഉണ്ടാവുള്ളൂ. അതിലും ഈ ഭഗവാന് പറയുന്നില്ലേ മനുഷ്യാനാം സഹസ്രേഷു. അപ്പൊ അതിന് ഒരാൾക്കായിരിക്കും ആഗ്രഹം വരുന്നത്. ബാക്കി എല്ലാവരും ഇത് അറിയാനോ പ്രയാസപ്പെടുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുപോലും ഇതിനെപ്പറ്റി പ്രയാസപ്പെടുന്നില്ല. കാരണം അവര് വീണ്ടും ഈ കർമ്മങ്ങളില് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, അവരുടെ ഈ ആഗ്രഹങ്ങൾ കാരണം അവരുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. ഈ ആഗ്രഹങ്ങൾ കാരണം നമുക്ക് ഒട്ടും തന്നെ ഭഗവാനെ പറ്റി മനസ്സിലാക്കാനോ അതിന്റെ ഭഗവാനും പോലും ഭഗവാൻ തിരിഞ്ഞു നോക്കില്ല. കാരണം ഭഗവാനെ പറ്റി അറിയാൻ നമുക്ക് ആഗ്രഹം ഇല്ലാത്ത സ്ഥലത്ത് ഭഗവാൻ നമ്മളോടും അതുപോലെ റെസിപ്രോക്കേറ്റ് ചെയ്യുള്ളൂ. കാരണം ബാക്കി എല്ലാവരും ഈ അവരുടെ ഒരു സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സെൻസ് എൻജോയ്മെന്റ് വേണ്ടി ജീവിക്കുന്നതാണ്. ഇത് എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും ഒരു പ്രപഞ്ചത്തിലെ സൃഷ്ടിയില് അല്ലെങ്കിൽ ഇത്രയും ഒരു കാര്യങ്ങള് ഈ ഭഗവാൻ എങ്ങനെ നടത്തുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഇത് ഭഗവാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് അറിയാനുള്ള ലേശം പോലും ആഗ്രഹമോ ഒന്നും തന്നെ അവർക്ക് ഉണ്ടാവുന്നില്ല. ഇന്ദ്രിയ തൃപ്തികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ദ്രിയ തൃപ്തിയിലൂടെ അവര് സന്തോഷം കണ്ടെത്തുവാണ്. പക്ഷെ ആ സന്തോഷം ഈ പറഞ്ഞ പോലെ ലോകങ്ങളിലൂടെ പറഞ്ഞ പോലെ അത് വെറും തുച്ഛമാണ്. ശരിയായ സന്തോഷം എന്താന്ന് അവര് അറിയുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇത് നമ്മള് ശാസ്ത്രത്തെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് ശാസ്ത്രത്തെ അറിയണമെങ്കിൽ ശാസ്ത്രം തന്നെ നമ്മള് ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്യണം. ഗുരുവിനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഗുരുവിന്റെ സ്ഥാനത്തുള്ള സീനിയർ ഡിവോട്ടീസിനെ അപ്രോച്ച് ചെയ്യണം. ഇതിലൂടെ തന്നെ മാത്രമേ നമുക്ക് ഒരു ശാസ്ത്രത്തെ മനസ്സിലാക്കാനും അതുപോലെ നമുക്ക് ഈ തത്വത്തെ മനസ്സിലാക്കാനും ഭഗവാനെ മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ബുദ്ധിഹീനർക്ക് യഥാസ്ഥിതി മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയില്ല. സൂര്യചന്ദ്രനെ പോലെയുള്ള അല്ലെങ്കിൽ അതിന്റെ ഉറവിടം പോലും മനുഷ്യർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെ നമ്മള് ഈ സകല ജീവികളിലുള്ള അല്ലെങ്കിൽ സകല ജീവികളിലും ഉള്ള ഈ ദഹനക്രിയ അല്ലെങ്കിൽ ദഹനാഗ്നി അല്ലെങ്കിൽ ജഠരാഗ്നി ഈ ഇതിനെപ്പറ്റി മനുഷ്യരെങ്ങനെ മനസ്സിലാവും? ഇത് പറയുന്ന പോലെ ഭഗവാൻ എന്ന് വെച്ചാല് നമ്മള് സാധാരണ കാണുന്ന ആൾക്കാര് ഒരു ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ഒരു രൂപം മാത്രമെന്ന് വിചാരിക്കുന്നത്. ഇത് വളരെ ബുദ്ധിമുട്ടാണ് മനുഷ്യരെ ഇത് മനസ്സിലാക്കി കൊടുക്കണമെന്ന് വെച്ചാല്. അത് ശാസ്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഇതുപോലെ ഭാഗവതത്തിലൂടെ ഭഗവാന്റെ മഹിമകളെ പറ്റി നമ്മൾ അറിഞ്ഞ് ഭക്തന്മാരിലൂടെ നമ്മൾ അറിഞ്ഞ് നമ്മൾ ഇത് പ്രചരിപ്പിക്കണം.
അല്ലെങ്കിൽ നമ്മൾ ഇനിയും നമുക്ക് ഇതുപോലെ എന്താ പറയാ ബുദ്ധിഹീനരായിട്ട് ജീവിക്കാനോ അല്ലെങ്കിൽ മനോവികാസം അല്ലെങ്കിൽ മെന്റൽ ഇത് ഇല്ലാതെ ജീവിക്കാനോ നമുക്ക് ചാൻസ് ഉള്ളൂ. അല്ലാതെ ഭഗവാനെ പറ്റി അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഭക്തരിൽ നിന്ന് നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടതുണ്ട്. ഭഗവാൻ എങ്ങനെയാണ് ഈ ദഹിപ്പിക്കാൻ നമുക്ക് എല്ലാ ഭക്ഷണങ്ങളെയും ദഹിപ്പിക്കാൻ നമുക്ക് കഴിവ് നൽകുന്നത്. അങ്ങനെയുള്ള ജീവാത്മാവ് വിചാരിക്കുന്നത് എന്താണ്, ഞാൻ എല്ലാം ചെയ്യുന്നത്. ബട്ട് ജീവാത്മാവിന് ഒട്ടും തന്നെ സ്വാതന്ത്ര്യമില്ല. ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ ഒരു ശക്തിയാണ്. അത് ഭഗവാന്റെ കരുണയില്ലെങ്കിൽ ഇതെന്തെങ്കിലും നടക്കുമോ? ഒട്ടുമില്ല. ഭഗവാന്റെ കരുണയില്ലെങ്കിൽ ഇതൊന്നും നടക്കാനും പോകുന്നില്ല. ഭഗവാന്റെ കരുണയില്ലെങ്കിലും ഭഗവാൻ എങ്ങനെ പറയുന്നത്, ശബ്ദത്തിലും ശരീരത്തിന്റെ അന്തർഭാഗത്തും പിന്നെ വായുവിലും ദാനത്തിന്റെ രൂപത്തിലും എല്ലാം ഞാൻ അവിടെ വാണരുന്നു. 4 വിധത്തിലുള്ള ഭക്ഷണങ്ങൾ വീണ്ടും പറയുന്നു. വിഴുങ്ങേണ്ടവ, ചവച്ചിറക്കേണ്ടവ, വലിച്ചു കുടിക്കേണ്ടവ, നക്കി കഴിക്കേണ്ടവ. എല്ലാത്തിനും നമുക്ക് എക്സാമ്പിൾ ഉണ്ട് അല്ലെ. വിഴുങ്ങേണ്ടവ എന്ന് വെച്ചാല് നമ്മൾ ജ്യൂസസ് അല്ലെങ്കിൽ വെള്ളം ജസ്റ്റ് ഇങ്ങനെ വിഴുങ്ങിയാൽ മതി. ചവച്ചിറക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ പാചകം ചെയ്തിട്ട് ഓഫർ ചെയ്തിട്ട് ചവച്ചിറക്കുന്ന ചപ്പാത്തി അതുപോലെയുള്ള ഭക്ഷണങ്ങൾ. വലിച്ചു കുടിക്കേണ്ടവ, ഊറ്റി കുടിക്കേണ്ടവ എന്ന് വെച്ചാല് പറയുന്നത് ഈ എന്താ പറയാ, മാമ്പഴത്തിൽ നിന്നൊക്കെ നമ്മൾ ഊറ്റി കുടിക്കുന്നു, അല്ലെങ്കിൽ കരിമ്പീൻ ജ്യൂസ് ഊറ്റി കുടിക്കുന്നു. അപ്പൊ അങ്ങനെ ഊറ്റി കുടിക്കുന്ന പദാർത്ഥങ്ങളുണ്ട്. പിന്നെ നക്കി കഴിക്കേണ്ടവ നമ്മള് തേൻ അങ്ങനത്തെ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ നക്കി കുടിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമുക്ക് ദഹനത്തിന് കാരണം നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നത് വളരെ സോഫ്റ്റ് ആണ്. അല്ലാണ്ട് വലിയ വലിയ സാധനങ്ങൾ ദഹിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പൊ ആ ദഹനത്തിന് പറ്റിയ ഭക്ഷണം വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. അതാണ് ഭഗവാനെ ഓഫർ ചെയ്തിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഭക്ഷണം ഭഗവാന് സ്നേഹത്തോടെ നമ്മൾ എന്താ പാചകം ചെയ്യുന്നത് അതനുസരിച്ചിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അപ്പൊ വലിയ ആനയെ പിടിച്ച് വിഴുങ്ങണമെന്ന് വെച്ചൊന്നും നടക്കില്ല. അല്ലെങ്കിൽ അതുപോലെ ഈ പറഞ്ഞ പോലെ വലിയ വലിയ ഇതൊന്നും മൃഗങ്ങളെ പിടിച്ച് കഴിക്കാനും നമുക്ക് ആ ഒരു എലിമെന്ററി കനാലല്ല ഉള്ളത്. നമുക്ക് വളരെ എത്രയോ കേസസ് വരുന്നുണ്ട്. നോൺ വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാർ ക്ലിനിക്കിൽ വരുമ്പോ അവർ പറയുന്നുണ്ട് ഇത് കോൺസ്റ്റിപ്പേഷനാ, 1 in 3 days ആ വയറ്റിന്ന് പോകുന്നത്. അതെങ്ങനെ നടക്കും? നമുക്ക് പറഞ്ഞ ഭക്ഷണം കഴിച്ചാലല്ലേ അത് ഡേ ടു ഡേ 24 hours ആവുമ്പോ അത് നമുക്ക് പുറത്ത് കളയാൻ പറ്റുള്ളൂ. നമുക്ക് പറഞ്ഞ ഭക്ഷണമല്ല നമ്മൾ കഴിക്കുന്നത്. ഓരോ ക്ലിനിക്ക് ഓരോ ദിവസം വരുമ്പോ പറയാറുണ്ട് 1 in 3 days, 1 in 4 days, 1 in 2 days ഒക്കെയാണ് ഞാൻ വയറ്റിന്ന് പോകുന്നത്. എങ്ങനെ ദഹിക്കും അത്? ഈ പച്ചമാംസം അല്ലെങ്കിൽ തന്തൂരി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും ഇത് ചെയ്യുമ്പോ നമ്മുടെ എലിമെന്ററി കനാലിന് അല്ലെങ്കിൽ നമ്മുടെ എൻസൈമിന് അത്രയും പ്രൊഡ്യൂസ് ചെയ്യാൻ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വേണം. സോഫ്റ്റ് ആകാനുള്ള കപ്പാസിറ്റി വേണം. അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ എത്രയോ മീറ്റർ 4-5 മീറ്റർ ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. അതിലൂടെ ഒക്കെ പാസ് ചെയ്തിട്ട് അതിന്റെ എൻസൈംസ് അതിന്റെ ഹോർമോൺസ് എല്ലാം ഇങ്ങനെ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കൊണ്ടുപോകുന്ന ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അത് at the end of രക്തത്തിൽ എത്തണം, ഡെഫിക്കേഷൻ നടക്കണം. ഇതൊക്കെ എങ്ങനെ സാധിക്കും? അപ്പൊ അനാവശ്യമായിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കരുത്. നമ്മുടെ വയറ്റില് എലിമെന്ററി കനാലിന് നമുക്ക് കഴിക്കാൻ പറ്റിയ
ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് പറഞ്ഞ പച്ചക്കറികളോ അല്ലെങ്കിൽ ചോറോ കഞ്ഞിയോ പരിപ്പോ അത് ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ശരീരഘടനയ്ക്ക് പറ്റിയ പദാർത്ഥങ്ങളാണ് ഭഗവാൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനു പ്രൊഡ്യൂസ് ചെയ്യണം? ഈ പച്ചക്കറിയോ അല്ലെങ്കിൽ അരിയോ പരിപ്പോ ഗ്രെയിൻസോ വീറ്റോ എന്തിനു പ്രൊഡ്യൂസ് ചെയ്യണം? തമ്മിൽ എത്രയോ മൃഗങ്ങളുണ്ട്. തമ്മിൽ അത് പിടിച്ച് വെന്ത് കഴിച്ച പോരെ? ഭഗവാൻ എന്തിനാ ഈ ചോറ് അല്ലെങ്കിൽ അരി, ഗോതമ്പ് അല്ലെങ്കിൽ അതുപോലത്തെ മില്ലറ്റ്സ് അല്ലെങ്കിൽ എന്തിനാണ്? അതുപോലെ നമുക്ക് കൊടുത്തിരിക്കുന്ന പല്ലുകള് ഇങ്ങനെ അല്ലെങ്കിൽ ഈ മൃഗങ്ങളെ കഴിക്കണമെങ്കിൽ അതുപോലെ കനൈൻ ടൂത്ത് വലിയ കൊമ്പുള്ള ഇതുപോലെ പ്രൊഡ്യൂസ് ചെയ്തൂടെ? നമുക്ക് വേണ്ട പല്ല് സെറ്റ് തന്നിരിക്കുന്നത് നമുക്ക് അത്യാവശ്യമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയോ ഇത് എന്താ ഫ്രൂട്ട്സ് ഫലങ്ങളോ അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ വിധത്തിലുള്ള പദാർത്ഥങ്ങളും അതുപോലത്തെ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം ഇത് ചെയ്യണം, പാചകം ചെയ്യണം. അത് വെച്ചിട്ട് ഭഗവാനെ നിവേദിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാവും. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ പൈൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഹെമറോയിഡ്സ്, ഉള്ളിലെ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാകാം. എത്രയോ കേസസ് ഇതൊക്കെ കഴിച്ചിട്ട് ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്റേണൽ അത് പ്രോപ്പർ ഡൈജഷൻ ശരിയാവാത്തതുണ്ട്. അപ്പോ പറഞ്ഞ പോലെ നല്ലൊരു ചാപ്റ്റർ ആണ്. ഭഗവാന്റെ പൊട്ടൻസി നമുക്ക് മനസ്സിലാക്കാനും ഭഗവാന്റെ ആ മഹിമ നമുക്ക് മനസ്സിലാക്കാനും നല്ലൊരു ശ്ലോകമാണ് ഇന്നത്തേത്. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. അപ്പൊ കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കാം. പറയുന്ന ഇത് ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറയുന്നത് ഈ അറിയാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമില്ല. ഞാൻ ഒരു പോയിന്റ് ആഡ് ചെയ്തോട്ടെ. ഗട്ടൻ ഗീത പറഞ്ഞിട്ട് ഞാനൊരു പ്രസന്റേഷൻ ചെയ്തിരുന്നു. ഇപ്പൊ നമുക്ക് ജനിച്ചു വീഴുമ്പോ കൊച്ചിന് പാല് കുടിച്ചില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരിപ്പില്ല. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് അറിയും, വയറ്റിൽ പോകുന്നത് മാത്രമേ അറിയുള്ളൂ. അതിന്റെ ഇടയ്ക്കുള്ള സംഭവങ്ങൾ എന്താണെന്ന് നമുക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം അതൊരു ഭയങ്കര ഫാക്ടറി പോലെയാണ് അകത്ത് നടക്കുന്ന സംഭവം. അന്നനാളത്തിൽ കൂടെ അത് ഭക്ഷണം കഴിക്കുന്നത് ഇറങ്ങി പോകുമ്പോൾ ആ താഴെയുള്ള സ്പിൻസ് ഡയലേറ്റ് ആണ്, എന്നാലേ ഭക്ഷണം അകത്ത് കയറുന്നത്. നമുക്ക് ഇങ്ങനെ തിരക്ക് പിടിച്ച് ഭക്ഷണം കഴിച്ച ഉടനെ അത് താഴോട്ട് പോകുന്നുണ്ട്. അത് അങ്ങനെ പ്രോപ്പർ റിലാക്സേഷൻ ആയിട്ട് അത് പോവില്ല. അതുപോലെ മാതാജി പറഞ്ഞ പോലെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അത് നമുക്ക് ആസിഡ് ആണ്. അത് ശരിക്കും അതിന്റെ 100% ഡൈല്യൂഷനിലാണ് ഭഗവാൻ നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്നത്. സോ നോർമൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അത് ഇതായിക്കോളും, ഭയങ്കര സ്ട്രോങ് ആണ്. ബട്ട് 1/100 ഡൈല്യൂഷനിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉള്ളത് കാരണമാണ് ആ ഡൈല്യൂഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നത്. അതുപോലെ ഓരോ ജ്യൂസും ഓരോന്നിനു വേണ്ടിയിട്ട്, കാർബോഹൈഡ്രേറ്റിന് ഒരു ജ്യൂസ് ഡൈജഷന് വേണ്ടി തരും, ഫാറ്റിന് വേണ്ടി ലൈപ്പേസ് എൻസൈം തരുന്നുണ്ട്, അതുപോലെ പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഒരു ഡൈജഷൻ. അതുപോലെ പല ടൈപ്പ് ജ്യൂസസ് ആണ് അകത്ത് നടക്കുന്ന ഒരു സംഭവം. അത് പറയുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നുന്നുണ്ട്. അതിന്റെ അകത്ത് നമുക്ക് പുറമെ എത്ര ഒരു യൂണിവേഴ്സസിന്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നോ
അതുപോലെ നമ്മുടെ അകത്തും അതിൻ്റെതായ ഒരു ആഴത്തിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആൾക്കാർക്ക് വളരെ സിമ്പിൾ ആണ് ഈ സൂയിസൈഡും മറ്റൊന്നൊക്കെ ചെയ്യുമ്പോൾ, ഇത്ര ഒരു ഡെഡിക്കേറ്റഡ് ആയി ഇത്ര ഒരു പവർഫുൾ മെഷീൻ നമ്മുടെ അകത്തുണ്ടെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഡൈജഷൻ 3 മണിക്കൂർ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ പോകും. സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറയുന്നത് അവിടെ അബ്സോർപ്ഷൻ നടക്കുന്നതാണ്. അവിടെ ചെറിയ ചെറിയ ഫിംഗർ പോലെ വില്ലൈ പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അതിലാണ് ഈ അബ്സോർപ്ഷൻ നടക്കുന്നത്. ഈ വില്ലയൊക്കെ നമുക്ക് ഇങ്ങനെ വിരിച്ചു വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്ര വലിപ്പം ഉണ്ടാവും ഒരാളുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈനിലുള്ള വില്ലൈ. അത്ര മാക്സിമം അബ്സോർപ്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ബാക്ടീരിയസ് ഒക്കെ ലാർജ് ഇൻറ്റെസ്റ്റിനുണ്ട്. അതിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. വൻകുടലിൽ മൊത്തം ബാക്ടീരിയ ആണ്. അതായത് ഒരു 10 to power of 11 ബാക്ടീരിയസ് ഉണ്ട്. ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഡൈജഷനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഗട്ട് ബ്രെയിൻ ആക്സസ് പറഞ്ഞിട്ടൊന്നുണ്ട്. അതായത് നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് ബ്രെയിൻ എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ബ്രെയിൻ നമ്മുടെ സാധാരണ ഉള്ളത്, അതുപോലെ ഗട്ട് ബ്രെയിൻ ആക്സസ് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ഇസ് ഇൻറ്റെസ്റ്റൈൻ ആണ്. അപ്പൊ ഈ ബാക്ടീരിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് നമ്മളുടെ ബ്രെയിനിനെ ഒരു ആക്ടിങ് ചെയ്യും. മനസ്സിലായില്ലേ? ഗട്ട് ഫീലിംഗ് എന്നൊക്കെ ചിലർ ഇങ്ങനെ പറയും. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉള്ള തോന്നൽ പോലും നമ്മുടെ ഗട്ടിൽ നിന്ന് വരുന്നു. അപ്പൊ നമ്മള് കഴിക്കുന്ന ഭക്ഷണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാതാജി പറഞ്ഞ പോലെ അത് കറക്റ്റ് ആയിട്ട് ദൈവം പറഞ്ഞിരിക്കുന്ന ആ ഭക്ഷണങ്ങൾ കഴിക്കണം. ഭോഗ് വെച്ചിട്ട് ദ്വാന് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കണം. അപ്പൊ ഇത്ര ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പൊ നമ്മള് ആദ്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇതെന്താ ഇങ്ങനത്തെ ഒരു സംഭവം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റം എന്ന് നമുക്ക് തോന്നിപ്പോകും. ബട്ട് ഭഗവത്ഗീത വായിക്കുമ്പോഴാണ് ഐ എം ദ ഫയർ ഇൻ ദ ഡൈജഷൻ, ഞാനാണ് അതിന്റെ ഫയർ. നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആ ഫയർ നമ്മുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങും. നമുക്ക് എരിച്ചിലും ഭക്ഷണം കഴിച്ചില്ലാലോ അങ്ങനെ ഒരു ഫയർ വരുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്. അതില്ലെങ്കിൽ എത്രയോ പേഷ്യന്റിനെ കാണാം, അതില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കില്ല. ഫയർ ഉള്ളത് കാരണമാണ് നമുക്ക് അതിന്റെ എരിച്ചിൽ വരുന്നത് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ആ എരിച്ചിലില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. സോ ദാറ്റ് ഈസ് ദ ഫയർ ഓഫ് ഡൈജഷൻ. അപ്പോ അത് ഭഗവാൻ തന്നൊരു മഹാഭാഗ്യം. ഇത്ര ഒരു കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ് നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്നതും അതിന്റെ ഫാക്ടറി പോലത്തെയാണ് ഇത് നടക്കുന്ന സംഭവങ്ങളൊക്കെ. മഹാ അത്ഭുതമാണ്. അതൊക്കെ വിചാരിച്ചു നോക്കാൻ തന്നെ പറ്റില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് അധികം വായിക്കാത്തതും ഞാൻ ഈ ബുക്സ് വായിക്കുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ എനിക്കിതൊന്നും അറിയില്ല. മാതാജിയുടെ പ്രസന്റേഷൻ വളരെ ഭംഗിയായിരുന്നു. താങ്ക് യു. മാതാജിക്കും മാതാജിയുടെ ഫാമിലിക്ക് വേണ്ടി ഒരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ. അതുപോലെ തന്നെ ഫുഡ് ഫോർ ലൈഫ് പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സോബ